വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ? മനുഷ്യനായ എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ കേട്ടോ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെടാ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ. ചേച്ചിയാ? ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന് ആളാവുക. പാവോ? ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ചെറ്റേവൻ. ചെറ്റയുടെ ചാ പാച്ചയുടെ ചായണോ? മതി, മതിയായിട്ടില്ല. ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വീട്ടിൽ ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റാൻ കൊള്ളൂല അവനെ. എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. അയ്യോ പണ്ടാറാണ് ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. രാമാനുജനത് ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല. ഏതായാലും ഭക്ഷണം മുടക്കണ്ട, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓഹോ, അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലേ നീ ഇവനെ ഉരുട്ടുരുട്ടി തീറ്റണത്. കൂട്ടല്ലേ കൂട്ടല്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസിനും ആയുസിനും വേണ്ടി ദേവി പ്രീതിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ഒരു ഉമ്മത്താട്ട് ചടങ്ങുണ്ട്. അല്ല, ഉമ്മത്താട്ട് ചടങ്ങ്. അത് നടത്തണമെന്ന് രാമാനുജൻ പറഞ്ഞു. അതിലെന്താ അത്ര വലിയ തെറ്റ്? ഉമ്മത്താട്ടോ? സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ ഒരു ആത്മസുഹൃത്ത് എന്നുള്ള നിലയിൽ രാമാനുജൻ നടത്താന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഏതായാലും ആ വഴിപാട് ഞാൻ നേർന്നു കഴിഞ്ഞു. ചേച്ചിയുടെ എല്ലാ വഴിപാടും ഞാൻ കൂട്ടുണ്ടാവും. അയ്യോ, പായസം ഉണ്ട്, മറന്നുപോയി. പായസം? നിനക്ക് പായസത്തിന്റെ പാഷണം കളിക്കി തരണോ പട്ടി? തൊട്ട് കളിക്കരുത്. ഇപ്പൊ എന്റെ സ്പോൺസർ ചേച്ചിയാ. നീ വിവരം അറിയും. ചേച്ചി മീശ വെച്ച് നടന്നുണ്ടായില്ല. പുരുഷനായാൽ ആണത്തം വേണം. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ടന നീ. പക്ഷേ ഈ ശുക്രരാശിക്കാരൻ പിന്മാറില്ല. നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പോണത് കഴിഞ്ഞുടാ. എന്റെ പഴനിമലാണ്ടവനെ മുരുക, ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മൊട്ടയടിച്ചേക്കാമേ. നീ അവിടെ പോയിട്ട് മൊട്ടയടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. എന്നാ ഹരഹരോ ഹരഹര. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമപരവശരാവുന്ന ദിവസം. ശുഭലക്ഷണം. ഇനിയുണ്ടാ? നിനക്കിത് എവിടെ വെക്കാനാ? ഇതാരാ കുചേലൻ ചേട്ടൻ? ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചതായിരുന്നു. ഇതെന്താ മുരിങ്ങക്കായ ഹോൾസെയിൽ വെച്ചിടുന്നു? അതെ, മുരിങ്ങക്കായ മുതൽ നായ്ക്കറിന പരിപ്പ് വരെയുള്ള സകല ഉത്തേജക മരുന്നുകളും ഈ സഞ്ചിലുണ്ട്. എന്തിനാ? അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്നുവെച്ചാ മനസ്സിലായില്ല അല്ലേ? അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്ന് വെച്ചാൽ താമസിയാതെ കൊട്ടാരത്തിലെ പൂജക്കുഞ്ഞ് സിദ്ധാർത്ഥന്റെ കുടിലിൽ വെച്ച് ദിവ്യഗർഭം ധരിക്കും. സിദ്ധാർത്ഥൻ കോടീശ്വരനാവും. പിന്നെ ആ ബംഗ്ലാവിന്റെ സർവവും ഈ ഞാൻ രാമാനുജൻ. ഇതാര് സ്പോൺസർ ചെയ്തു? ഞാൻ തന്നെ. കണ്ടില്ലേ, അതിനുള്ള സകല ഒരുക്കങ്ങൾ ഇതൊക്കെ. മറന്നിട്ടില്ല, ധനുമാസത്തിൽ ആദ്യ ബുധനാഴ്ച ഒരു കുചേല ദിനത്തിന്റെ അന്ന് ഈ കുചേല ഭക്തനെ കുനിച്ചു നിർത്തി താൻ മുതുകിൽ തൊഴിച്ചത്. ആ കുചേല ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതേ ബംഗ്ലാവിൽ താൻ തൊഴിച്ച അതേ മുതുകിൽ തന്നെ കൊണ്ട് ഞാൻ തിരുമ്പിക്കും. ഇത് സത്യം, സത്യം, സത്യം. രാവിലെ സല്യൂട്ട് ചെയ്തല്ലോ സാർ. എന്താടോ താനെന്താ സ്റ്റേഷന് മുന്നിൽ ഒന്ന് ഡാൻസ് കളിക്കുന്നത്? 437 ഇതറിയാനാണോ താൻ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്? കൂടാകിലല്ല, ലോകത്ത് ഏത് രാജ്യത്തും 437 ആണ്. 5 2 അതും 7 തന്നെ. 6 1 സംശയമില്ല, 7 തന്നെ. അപ്പൊ 10 3 പോയാലോ? 5 5 എത്രയാ? എടോ, 5 പടി ചൊല്ലിച്ച് പോലീസിനെ കണക്കൊടുപ്പിക്ക. അല്ല, എല്ലാവരുടെയും കണക്കൂട്ടലുകൾ പിഴച്ചു അറിയിക്കാനാ. എങ്ങനെ പഴിച്ചു? സാറല്ലാതെ ആ എണ്ണം കെട്ട കുറുക്ക സിദ്ധാർത്ഥനെ ആ സുന്ദരി കോഴിക്ക് കാവൽ നിർത്തോ? അതിനിപ്പോ എന്താ സംഭവിച്ചത്? ഇനി എന്ത് സംഭവിക്കാനാ അറിയോ? ഇന്ന് കർത്തവാവാ. അതുകൊണ്ടെന്താ? അവൻ അവിടെ ഉത്തേജകം മരുന്ന് കഴിച്ച് വിത്ത് ആളാവാൻ പോവാ. മുരിങ്ങാച്ചണ്ടി മുതൽ വാഴപ്പിണ്ടി വരെ അവനെ കൊണ്ട് തീറ്റിക്ക ആ രാമാനുജൻ. ചക്കര കൊടുത്ത് കൈയിട്ടല്ലാക്കാത്തവരുണ്ടോ? അതില്ല, നക്കും. എങ്കിലും അവനെ ഞാൻ പൊക്കും. ഗാഡി സ്റ്റാർട്ട് മാടി.
ജിലേബി sponsored by തയ്യുണ്ണി. ചേട്ടാ ഒന്നുപോലും ബാക്കി വെക്കരുതേ. തൊലി ബാക്കി വെച്ചോട്ടെ. ഓ, ചെറുപ്പം മുതൽ ചേട്ടന് മുരിങ്ങയ്ക്ക ഇഷ്ടാണെന്ന് രാമാനുജൻ പറഞ്ഞു. പാട്ടി. അതുകൊണ്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് മുഴുവൻ ഉണ്ടാക്കിയത്. കഴിക്കേട്ടാ. എന്തിനാ വാക്കത്തി വെച്ച് പറയണേ? സ്നേഹം കൂടിയിട്ടാ, ഇല്ലെങ്കിൽ ഏട്ടൻ കഴിക്കില്ല. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം തരില്ല. ഇടിവെട്ട് കഴിച്ച കരിഞ്ഞു പോകും. ഓടവന്നീ. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. കേട്ടോ ചി, ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ ഇവൻ എന്റെ മെക്കെട്ട് കയറാ. ചെറുപ്പത്തിൽ ഇപ്പൊ മുരിങ്ങക്കായ എവിടെ കണ്ടാലും മോഷ്ടിക്കും. അത്രക്ക് ഇഷ്ടായിരുന്നു. കള്ളൻ. അന്നിപ്പോ മുരിങ്ങക്കോല് പോലെ ഇരുന്നേ, ഇന്നിപ്പോ മുരിങ്ങക്കോലിന് കൈയും കാലും വെച്ചതുപോലെ ഉണ്ട്. കാമദേവന്റെ കാരുണ്യം. എന്താ പറഞ്ഞേ? ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞതാ. ഒരു പോലീസ് വണ്ടിയുടെ ശബ്ദമാണോ കേട്ടത്? എന്താ സാർ പെട്ടെന്ന്? പെട്ടെന്ന് വന്നത് ഉദ്ദേശിച്ച കാര്യത്തിന് തടസ്സമായ? അങ്ങനെയൊന്നുമില്ല. ഏമ്പക്കത്തിന് എന്താ ഒരു കാളക്കൂറ്റന്റെ അലർച്ച? എനിക്കറിയില്ല സാർ. അതിപ്പോ വാവ് ദിവസം ആയതുകൊണ്ടായിരിക്കും. തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം? ഞാനിപ്പോ വളരെ ഡീസൻട്രിയാ. ഡീസന്റ് നല്ല ആളാ. പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ. ഒലിച്ചു പോയിണ്ടാവും. ഇയാളാരാ? ഞാനാ. എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതിയോ? സാറിന് മീശ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? പിന്നെ എങ്ങനെയൊക്കെയുള്ള റാസ്കൽ? പേരിൽ തന്നെ തരികിട, ഇപ്പൊ പ്രവൃത്തിയിലും പോലീസുകാരെ കളിയാക്കുന്നോടാ. എനിക്ക് വീട് സെർച്ച് ചെയ്യണം. വീട് മക്കളെ. അവിടെ ഒന്നുമില്ല സാർ. സാർ സംശയിക്കരുത്. ഇതെന്താ മുരിങ്ങയ്ക്ക ഫെസ്റ്റിവല്ലോ? പൊങ്ങല. തമിഴ്നാട്ടിലൊരു വിശേഷ നേർച്ച. പൊങ്കൽ നേർച്ച. ഇവൻ നേർന്നു, ഞാൻ തിന്നു. എനിക്ക് അത്ര അറിയുള്ളൂ സാർ. ഞാൻ നിരപരാധിയാണ് സാർ. നീ മിണ്ടരുത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. പാൽ ചട്ടിക്ക് പൂച്ചയെ കാവൽ നിർത്തിയ നീ ഇങ്ങോട്ട് വേടാ. കാമദേവാ, ആ തീന്മേശ അവന്റെ കൈമ വിലങ്ങ് വെക്കരുത്. ഇപ്പോ ഈ നിമിഷം നീ അവളെ വിളിച്ചോണ്ട ബംഗ്ലാവിലോട്ട് താമസം മാറണം. ബംഗ്ലാവിലേക്കോ? പെട്ടെന്നിങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാ. അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പൊ നിന്നെ നിരീക്ഷിക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നിരിക്കുന്നത്. അവിടെ ആവുമ്പം ആ അമ്മമാരുടെ ഒരു നോട്ടം നിന്നിൽ എപ്പോഴും ഉണ്ടാവും. സാർ തന്നെ പറയും, ബംഗ്ലാവിലോട്ട് താമസം മാറ്റണമെന്ന് ഞാൻ എങ്ങനെയാ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തെ പേടിച്ചോണ്ട് മാത്രമല്ല ഇങ്ങനൊരു തീരുമാനം. ആ കുട്ടിയുടെ അമ്മ എന്നെ ഒന്ന് കണ്ടിരുന്നു. സ്വന്തം മോളെ വെളിപ്പാടകലെ കണ്ട് ഒരു അന്യെ പോലെ കണ്ണീര് കുടിച്ച് ജീവിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്കും ഉണ്ടാവില്ല. നൂറുകൂട്ടം അസുഖങ്ങളുള്ള ഒരു അമ്മൂമ്മയാ കൂടെ ഉള്ളത്. മനോവിഷം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തീരാ ദുഃഖത്തിന് ആര് സമാധാനം പറയും? ഒന്നും വേണ്ട. ആ ബംഗ്ലാവിൽ ഈ കുട്ടിയുടെ സാന്നിധ്യം, അത് മാത്രം മതി അവർക്ക്. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് നീ അവളെ സമ്മതിപ്പിക്കണം. നിനക്കതിന് പറ്റും. ഇവിടെ നിക്ക. ഇതെന്താ കണ്ണ് കലങ്ങിയിരിക്കണേ? പുക പുതിയപ്പോ എന്തോ കണ്ണിൽ പോയതാ. ഇനി അങ്ങോട്ട് എന്റെ പൂജക്കുട്ടി വെച്ചു വിളമ്പാനോ ഇങ്ങനെ പുകയോതി കണ്ണ് കളയാനൊന്നും നിക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. താമസക്കാരെ അടക്കം ആ ബംഗ്ലാവ് ഞാൻ വിലക്ക് വാങ്ങിച്ചു. നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കളക്ഷൻ പോലെ ചുളുവിലക്ക് ഒത്തിട്ടിപ്പോ വാങ്ങിച്ച. എന്തിനാത്? ദാരിദ്ര്യാണെങ്കിലും ഇവിടുത്തെ ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ സുഖം അവിടെ കിട്ടുമോ? ഈ വീട്ടിലെ നേരും സന്തോഷവും എന്ത് കൊടുത്താലും ആ കൊട്ടാരത്തിൽ നമുക്ക് കിട്ടില്ല. ഒക്കെ കാണുമ്പോഴുള്ള കൗതുകേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മക്കള് ഭയങ്കര സന്തോഷത്തില. കണ്ടില്ലേ? അമ്മ അമ്മ പ്ലീസ് അമ്മ, നമുക്ക് ബംഗ്ലാവിലേക്ക് പോവാം അമ്മ. കണ്ടോ? എങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആ വഴിപാട് നടത്തിയിട്ട് ഞാൻ ആ വീടിന്റെ പടി കയറുള്ളൂ. എന്ത് വഴിപാട്? ഉമ്മത്താട്ട്. ഉമ്മത്താട്ടോ? ആ, അങ്ങനെയാണെങ്കിൽ ഞാനുള്ളൂ. ഉമ്മത്താട്ടെങ്കി ഉമ്മത്താട്ട്.